രാവിലെ ദോശയാണ് ആക്കിന്. നാലായിട്ട് 2 ദോശ വന്നിട്ട് പറമ്പ് കേൾക്കുമായിരുന്നു. ഇപ്പം വരുവേ. അപ്പം വന്നിട്ട് ഒരു ചായ കുടിയില്ല, ഒരു 11 മണിയിലാകുമ്പം. അപ്പം ദോശയൊന്നും കൊടുക്കാനില്ല. അപ്പം കുറച്ച് പച്ചരി ഉണ്ട്, ഒരു ഗ്ലാസ് പച്ചരി എടുത്തിന്. നമുക്കന്നെ ഒരു കുറച്ച് തോരപ്പരിപ്പ്. ഇതിനെക്കൊണ്ട് ഞാൻ ഒരു ഉപ്മാവാക്കിയിട്ട് കൊടുക്കാമായിരുന്നു. അപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വെച്ച പച്ചരിയാണ്, അതുപോലെ പരിപ്പുവേ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. രണ്ടും ഒന്ന് വറുത്തെടുക്കണേ. നല്ല അപ്പം നമ്മുടെ പച്ചരിയും ചോരപ്പരിപ്പ് അങ്ങനെയൊന്നും പൊരിഞ്ഞെടുത്തിട്ടുണ്ട്. സൈക്കിളിലാണ് നേരത്തെ രാവിലത്തെ ദോശയിലും തീർന്നു. ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ഉപ്മാവാക്കി തരേ. ആ ഉപ്മാവ് എന്ത് പണ്ടാരങ്ങൾ പെട്ടെന്ന് ആക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത് അരിയാ? അരിയും തോരപ്പരിപ്പും. അരിയാണോ പൊന്നിയല്ല? പച്ചരിയാന്ന് വാപ്പിട്ടാക്കുന്നു. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി എന്നാന്ന് കണ്ണുപൊടി ചെയ്യാ? വെണ്ണീറ്റ് ഗ്യാസ് ആക്കി കൂടെ എനിക്ക്. ഇനി എന്നാന്ന് കുറച്ച് കുരുമുളകും ജീരകം. എന്ത് ജീരകം? ചെറിയ ജീരക ചൂടാക്കി എടുക്കണ. അപ്പൊ ഈ വറുത്ത കുരുമുളകും ജീരകവും കൂടി ഇതിലിട്ട് കൊടുക്കണ്ട. പൊടിക്കണം അല്ലേ? പൊടിച്ചിട്ട്. അപ്പൊ നമ്മുടെ വറുത്ത അരിയും തൂരപ്പരിപ്പും 1 ഗ്ലാസ് ഉണ്ടേ. പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മുളകിൻ്റെ ആണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളിലൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കൂടെ നമ്മുടെ കടുകും 2 വറ്റൽമുളകും, കുറച്ച് കടലപ്പരിപ്പും, കുറച്ച് ഉഴുന്ന് പരിപ്പേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്മാവാക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടലപ്പരിപ്പും കുറച്ച് ഉഴുന്ന് പരിപ്പും മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, കടുകൊന്ന് പൊട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിച്ചോട്ടാ. നമ്മുടെ ഈ വറുത്ത അരിയിലേക്ക് ഇനി ജീരകവും മറ്റേ എന്നാണ് നമ്മളെ കുരുമുളക് കൂട്ടി പൊടിച്ചിട്ടിട്ട് മണം കിട്ടാൻ വേണ്ടിട്ടാ? ജീരകവും കുരുമുളക് കൂട്ടാല? അപ്പൊ നമ്മുടെ 1 ഗ്ലാസ് പൊടിച്ച അരിയ ഉണ്ടായിന്. അതിലേക്ക് 3 ഗ്ലാസ് അല്ലെ? 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടേ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് തിളക്കട്ടെ അല്ല? അപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇളക്കാം. അല്ല തട്ടിയത്. നല്ല വൃത്തി ഇളക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ കുറച്ചൊരു ലൂസ് കണക്കിന് ഇഷ്ടം. മതിയാണ്. എനിക്കിങ്ങനെ ഇഷ്ടം ഉപ്മാവ്. ഓരോരാൾക്ക് ഓരോ ഇഷ്ടമായിരിക്കും.
ഇവിടെ റവ എന്നാ പിന്നെ എടുത്തു നോക്കേ ഇതേ. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. അപ്പം ചായ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ചായ കുടിക്കുക. കുറച്ച് ഉപ്മാവ്, കുറച്ച് മതി 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 മതി. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചേരുവൻ ചേർത്തുകൊണ്ട് നമ്മൾ സൂപ്പറാണ്. അരി വറുത്തിട്ട് പൊടിച്ചതല്ലേ. കുരുമുളകിൻ്റെ ചെറിയ എരിവും ഉണ്ട് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ നല്ല സ്മെല്ല്. പഴമില്ലേ നാടാ? പഴമില്ലേ? നല്ല രണ്ട് പഴം എടുക്കല. പഴയുടെ കൊണ്ടച്ച ഓർമ്മയില്ല. 2 ദിവസമായി അതുകൊണ്ടാണ്. അപ്പോൾ പഴവും കഴിച്ചു നോക്കട്ടെ. സംഭവം വെറൈറ്റി ടേസ്റ്റാണ്. ഇങ്ങനെ മുമ്പിലാക്കുന്നതാണല്ലേ. മുമ്പിൽ അമ്മേൻ്റെ എന്തെങ്കിലും ആക്കി തരുന്നുണ്ട്. ഇപ്പം കുറേ ആക്കാതെ ഇതുപോലെ. നമ്മൾ കഴിക്കട്ടെ. ഓക്കെ, ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതോടെ പഴയകാല രുചിയല്ലേ.